വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് റൗട്ടർ എന്ന് പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസിൻ്റെ കമ്പോണൻസിനെ കുറിച്ചും അതിൻ്റെ ബൂട്ടിംഗ് പ്രോസസ്സുകളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. അപ്പോൾ റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസ് ഒരു കോൺഫിഗർ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റൗട്ടർ എന്ന ഡിവൈസിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കമാൻഡുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ഒരു റൗട്ടറിനെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ നെറ്റ്വർക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ കോൺഫിഗർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു റൗട്ടറിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസിന് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി കോൺഫിഗറേഷന് വേണ്ടി രണ്ട് പോർട്ടുകളാണുള്ളത് നമ്മൾ പറഞ്ഞു. കൺസോൾ പോർട്ട് എന്ന് പറയുന്ന പോർട്ടും ഓക്സിലറി പോർട്ട് എന്ന് പറയുന്ന മറ്റൊരു പോർട്ടും. അപ്പോൾ ലോക്കലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് കൺസോൾ പോർട്ടാണ്. അപ്പോൾ നമ്മളൊരു റൗട്ടറിനെ ലോക്കലി കോൺഫിഗർ ചെയ്യുമ്പോൾ അതിൻ്റെ കൺസോൾ പോർട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യാൻ കഴിയും? റൗട്ടർ എന്ന് പറയുന്ന ഡിവൈസിന് നമുക്ക് ആ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും അതനുസരിച്ച് റൗട്ടറിനെ കോൺഫിഗർ ചെയ്യാനും നമുക്കൊരു ഇൻ്റർഫേസ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് നമ്മുടെ റൗട്ടറുമായി കണക്റ്റ് ചെയ്യും. അത് ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്? കൺസോൾ പോർട്ടിലാകും. ആ കൺസോൾ പോർട്ടിൽ കൺസോൾ കേബിൾ എന്ന് പറയുന്ന കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൗട്ടറിലേക്ക് നമ്മളൊരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കണക്ട് ചെയ്യും. അപ്പോൾ കൺസോൾ കേബിൾ എന്ന് പറയുന്ന ഈ കേബിളിൽ അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കൺസോൾ പോർട്ടിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു RJ45 കണക്ടറും മറു സൈഡിൽ ഒരു സീരിയൽ കണക്ടറുമായിരിക്കും സാധാരണഗതിയിലുള്ള കൺസോൾ കേബിളുകളിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിൽ ഈ സീരിയൽ പോർട്ട് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് ഈ സീരിയൽ ടൈപ്പിലുള്ള കൺസോൾ കേബിളിൽ നിന്ന് USB ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടറുകൾ കിട്ടും. അത്തരത്തിലുള്ള കണക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൺസോൾ പോർട്ടിനെ, റൗട്ടറിൻ്റെ കൺസോൾ പോർട്ടിനെ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ PCയിലേക്കോ നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ ഏത് തരത്തിലുള്ള പോർട്ടായിരുന്നാലും നമ്മുടെ അതിൽ USB ഉണ്ടെങ്കിൽ USB കൺവേർട്ടറും കൂടെ വെച്ച് കണക്ട് ചെയ്യുക. അല്ല, സീരിയൽ പോർട്ട് ഉണ്ട് എങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാം. അങ്ങനെ കൺസോൾ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിനെ അല്ലെങ്കിൽ PCയെ നമ്മുടെ റൗട്ടറിൻ്റെ കൺസോൾ പോർട്ട് കണക്ട് ചെയ്ത് വയ്ക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, അത് ആ ബൂട്ട് ചെയ്ത് വരുന്ന ആ iOS, അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമുക്ക് ആക്സസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാം ആവശ്യമായി വരും. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന PCയുടെ ടെർമിനൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ റൗട്ടർ ടെർമിനൽ നമുക്ക് PCയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാം യൂസ് ചെയ്യണം. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാമാണ് പുട്ടി എന്ന് പറയുന്നത്. വിൻഡോസ് പ്ലാറ്റ്ഫോമുകളിൽ അത്തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാമാണ് പുട്ടി. അപ്പോൾ അത്തരത്തിലുള്ള ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാം ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് നമ്മൾ അതുപയോഗിച്ചിട്ടാണ് എന്ത് ആക്സസ് ചെയ്യുന്നത്? നമ്മുടെ റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആക്സസ് ചെയ്യുന്നത്. ആ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമാൻഡുകൾ കൊടുത്തുകൊണ്ട് റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിനെ ഒരു കൺസോൾ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ PC റൗട്ടറും തമ്മിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ PCക്കകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഏതെങ്കിലും ടെർമിനൽ എമുലേറ്റർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആക്സസ് ചെയ്യാൻ കഴിയും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമാൻഡുകൾ ടൈപ്പ് ചെയ്ത് റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്തെടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ റൗട്ടർ
നമ്മൾ പാക്കറ്റ് ട്രേസറിൽ ചെയ്യുന്ന സമയത്ത്, സിസ്കോയുടെ പാക്കറ്റ് ട്രേസറിനകത്ത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കൺസോൾ പോർട്ടിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് ആക്സസ് ചെയ്യണമെന്നില്ല. അങ്ങനെയും ചെയ്യാം. പക്ഷേ നമുക്ക് നമ്മുടെ റൗട്ടറിൽ തന്നെ ഡയറക്റ്റായി നമുക്ക് പാക്കറ്റ് ട്രേസറിൽ ഫിസിക്കലി ചെയ്യുമ്പോൾ നമ്മൾ കൺസോൾ പോർട്ടിൽ ലാപ്ടോപ്പോ പി സിയോ കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ അതിനെ കോൺഫിഗർ ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ പാക്കറ്റ് ട്രേസറിനകത്ത് ഈ റൗട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയും. അതായത് റൗട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് നമ്മുടെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഡയറക്റ്റായി നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ആ കോൺഫിഗർ ചെയ്യുന്ന ടെർമിനൽ നമുക്ക് ആക്സസ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ റൗട്ടർ പാക്കറ്റ് ട്രേസറിനകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആവശ്യം വേണമെന്നില്ല. അപ്പോൾ പാക്കറ്റ് ട്രേസറിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്തുകൊണ്ടും ഇത് ആക്സസ് ചെയ്യാം. അവിടെയും നമുക്ക് പാക്കറ്റ് ട്രേസറിനകത്ത് ഈ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഫിസിക്കലി ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാക്കറ്റ് ട്രേസറിൽ കണക്ട് ചെയ്താലും ആ ടെർമിനൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടർ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ടിലേതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു കൺസോൾ പോർട്ട് വഴി ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡുകളും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യാനുള്ള ടെർമിനൽ ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു റൗട്ടർ എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ആ റൗട്ടർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്തുള്ള ഡിവൈസിൽ നിന്ന് ഞാനിപ്പോൾ ഒരു റൗട്ടർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. ഈ റൗട്ടറിൻ്റെ ടെർമിനൽ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കിയോളൂ. ആ റൗട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റൗട്ടറിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ റൗട്ടറിൻ്റെ പോർട്ട്സൊക്കെ കാണാം. റൗട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് CLI എന്ന് പറയുന്ന കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ കഴിയും. അത് ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റൗട്ടർ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് മോഡിലേക്ക് ബൂട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ? അപ്പം നമുക്ക് ഈ പാക്കറ്റ് ട്രേസറിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ ഇങ്ങനെ ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് കൺസോൾ പോർട്ട് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു റൗട്ടർ എടുത്തുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ റൗട്ടറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു PC കൂടി എടുത്തുകൊണ്ട് വയ്ക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ കൺസോൾ പോർട്ടിലേക്ക് നമ്മുടെ ഒരു ഇൻ്റർഫേസ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിനി കൺസോൾ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യണം. അപ്പം നേരെ വരിക, കേബിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തുനിന്ന് കൺസോൾ കേബിൾ സെലക്ട് ചെയ്യണം. ഒരു ബ്ലൂ കളറിലുള്ള കേബിൾ കാണും. ആ കൺസോൾ കേബിൾ സെലക്ട് ചെയ്യുക. റൗട്ടറിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏത് പോർട്ടിലാണ്? കൺസോൾ പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? PCയുടെയോ സീരിയൽ പോർട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ PCയുടെ സീരിയൽ പോർട്ടിലും റൗട്ടറിൻ്റെ കൺസോൾ പോർട്ടിലുമായി കണക്ട് ചെയ്യും. എന്നിട്ട് നേരെ PC എടുക്കുക. PCയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ CLI നമ്മൾ ടെർമിനൽ ഡയറക്റ്റായിട്ട് എടുക്കാൻ കഴിയും. കണ്ടോ? അവിടെ ടെർമിനൽ കൊടുക്കുക. എന്നിട്ട് OK കൊടുക്കുമ്പോൾ നമ്മുടെ റൗട്ടർ അവിടെ ബൂട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കൺസോളിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC കണക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ഒരു റൗട്ടർ കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഒരു റൗട്ടറിൻ്റെ iOS ഇൻ്റർ നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാനമായിട്ടും 3 മോഡുകളിലായാണ് വർക്ക് ചെയ്യുന്നത്. യൂസർ മോഡ്, പ്രിവിലേജ്ഡ് മോഡ്, കോൺഫിഗറേഷൻ മോഡ്. ഈ ഓരോ മോഡുകളും എന്താണ് എന്നും അവ ഓരോന്നും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നും ആണ് നമ്മൾ ഇനി ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർ നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 3 മോഡുകളാണ് ഉള്ളത്. യൂസർ മോഡ്, പ്രിവിലേജ്ഡ് മോഡ്, കോൺഫിഗറേഷൻ മോഡ്. ഒരു റൗട്ടർ ബൂട്ട് ചെയ്ത് അതിൻ്റെ iOS ലോഡ് ചെയ്ത് വരുമ്പോൾ അത് ആദ്യം എത്തുന്ന മോഡിനെ നമ്മൾ യൂസർ മോഡ് എന്ന് പറയും.
ഒരു റൗട്ടർ ബൂട്ട് ചെയ്ത് വരുമ്പോൾ ആ ബൂട്ട് ചെയ്ത് ആദ്യം എത്തുന്ന മോഡാണ് യൂസർ മോഡ് എന്ന് പറയുന്നത്. ഈ യൂസർ മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ റൗട്ടറിൻ്റെ എന്തെങ്കിലും കോൺഫിഗറേഷനുകൾ ചേഞ്ച് ചെയ്യാനോ വ്യൂ ചെയ്യാനോ കഴിയില്ല. അത് ബൂട്ട് ചെയ്ത് എൻ്റർ ചെയ്യുന്ന മോഡിനെ വിളിക്കുന്ന പേരാണ് യൂസർ മോഡ് എന്ന് പറയുന്നത്. ഒരു റൗട്ടർ ബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് iOS ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൗട്ടറിൻ്റെ പേരും ഒരു ആംഗിൾ ബ്രാക്കറ്റും ഇട്ട് കാണിക്കും. അതായത് ആ റൗട്ടറിൻ്റെ പേരെന്ന് പറയുന്നതിന് നമ്മൾ ഹോസ്റ്റ് നെയിം എന്ന് പറയും. നമ്മളൊരു റൗട്ടർ എടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ ആ റൗട്ടറിനൊരു ഡിഫോൾട്ടായിട്ടുള്ള പേരുണ്ടാവും. ആ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റി സേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പേരിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള പേരിൽ. അതാണ് ഹോസ്റ്റ് നെയിം, ഒരു ആംഗിൾ ബ്രാക്കറ്റ്. ഇപ്പം നമ്മുടെ റൗട്ടറിൻ്റെ പേര് റൗട്ടർ എന്നാണെങ്കിൽ റൗട്ടർ എന്നിട്ടൊരു ആംഗിൾ ബ്രാക്കറ്റും ഇട്ട് ഒരു മോഡിലേക്ക് അത് ബൂട്ട് ചെയ്ത് നിൽക്കും. ആ മോഡിനെ വിളിക്കുന്ന പേരാണ് യൂസർ മോഡ് എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫിഗറേഷനുകൾ മാറ്റം വരുത്താനോ ഉള്ള കോൺഫിഗറേഷൻസിനെ വ്യൂ ചെയ്യാനോ ഒന്നും നമുക്ക് ഈ മോഡിൽ നിന്നുകൊണ്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്കോ പാക്കറ്റ് ട്രേസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ യൂസർ മോഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ സിസ്കോ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്യുന്നു. സിസ്കോ പാക്കറ്റ് ട്രേസറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റൗട്ടറിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ ഡിവൈസസിൽ റൗട്ടേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ പലതരത്തിലുള്ള റൗട്ടേഴ്സ് അവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാം. 1841, 1941 ഓക്കെ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 1841 എന്ന് പറയുന്ന ആദ്യത്തെ റൗട്ടർ, ആ റൗട്ടറിനെ നമ്മൾ നമ്മുടെ വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ റൗട്ടറിൻ്റെ നമ്പറാണ് 1841 എന്ന് പറയുന്നത്. ആ റൗട്ടറിന് നമ്മളൊരു പേരുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ഹോസ്റ്റ് നെയിം. ഇപ്പം നമ്മളതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള നെയിം റൗട്ടർ 0 എന്നാണ്. അത് നിങ്ങളവിടെ കാണുന്നുണ്ട്, കണ്ടോ? അപ്പം നമുക്ക് ഈ റൗട്ടറിനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിനെ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ പറഞ്ഞു, രണ്ട് തരത്തിൽ നമുക്ക് കമാൻഡ് ലൈൻ ഇതിൽ ചെയ്യാം. ഒന്നുകിൽ ഈ റൗട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് അതിൻ്റെ CLI നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഫിസിക്കലി നമ്മൾ റൗട്ടർ ചെയ്യുമ്പോൾ നമ്മൾ കൺസോൾ പോർട്ടിൽ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പാക്കറ്റ് ട്രേസറിൽ ചെയ്യുമ്പോൾ നമുക്ക് കൺസോൾ പോർട്ട് കണക്ട് ചെയ്തുകൊണ്ടും ചെയ്യാം, അല്ലാതെ ഡയറക്റ്റായിട്ട് CLI ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായി ഇതിൻ്റെ CLI ആക്സസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ റൗട്ടറിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റൗട്ടർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റൗട്ടറിൻ്റെ ഫിസിക്കൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ കഴിയുന്നത്, കണ്ടോ? അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഫിസിക്കൽ വ്യൂ ഉണ്ട്. ഈ ഫിസിക്കൽ വ്യൂ ഉണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. CLI എന്ന് പറയുന്നത് കണ്ടോ, അതാണ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബൂട്ടിംഗ് പ്രോസസ്സ് കാണിക്കും. പ്രസ് റിട്ടേൺ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, നിങ്ങൾ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റൗട്ടർ ആദ്യം അതിൻ്റെ യൂസർ മോഡിലേക്ക് ബൂട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. റൗട്ടർ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ യൂസർ മോഡിലേക്ക് ബൂട്ട് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മളൊരു റൗട്ടർ എടുത്തുകൊണ്ട് വെച്ച് അത് കോൺഫിഗർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ബൂട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ റൗട്ടറിൻ്റെ എന്ത് മോഡിലേക്ക് വന്നു, യൂസർ മോഡിലേക്ക് വന്നു. ഈ യൂസർ മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഈ യൂസർ മോഡിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ റൗട്ടറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളവിടെ കാണുന്നുണ്ടാവും, കണ്ടോ? സിസ്കോ 1841, അതിൻ്റെ പ്രോസസ്സർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, കണ്ടോ? അപ്പോൾ നമ്മുടെ റൗട്ടർ ബൂട്ട് ചെയ്തു. ഇപ്പോൾ എവിടെ എത്തി? നമ്മുടെ റൗട്ടറിൻ്റെ യൂസർ മോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റൗട്ടർ ബൂട്ട് ചെയ്ത് നമ്മുടെ യൂസർ മോഡിലേക്ക് വന്നു. ഇനി രണ്ടാമത്തെ മോഡാണ് പ്രിവിലേജ്ഡ് മോഡെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ റൗട്ടറിൻ്റെ ഇപ്പോഴുള്ള
കോൺഫിഗറേഷൻസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഷോ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഗറേഷൻസ് സേവ് ചെയ്യാനുമൊക്കെ ഉള്ള മോഡാണ് പ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കോൺഫിഗർ ചെയ്യാനുള്ളതല്ല, പിന്നെയോ കോൺഫിഗറേഷൻസിനെ സേവ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ള ഡീറ്റെയിൽസ് ഇപ്പം നമ്മുടെ കോൺഫിഗറേഷൻ, നമ്മുടെ റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസ് ഷോ ചെയ്യാനുമൊക്കെ ഉള്ള ഒരു മോഡാണ് പ്രിവിലേജ്ഡ് മോഡെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിവിലേജ്ഡ് മോഡിലേക്ക് കടക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റൗട്ടറിൻ്റെ യൂസർ മോഡിൽ നിന്നുകൊണ്ട് ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റൗട്ടർ അതിൻ്റെ പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകും. അപ്പോൾ പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകുന്ന സമയത്ത് ആ റൗട്ടറിൻ്റെ പേരും ഒരു ഹാഷ് സിമ്പലുമായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പ്രിവിലേജ്ഡ് മോഡിൽ നിന്ന് വീണ്ടും എവിടത്തേക്ക് പോകണമെങ്കിൽ യൂസർ മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിസേബിൾ എന്ന് പറയുന്ന കമാൻഡോ അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡോ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ കോൺഫിഗറേഷൻസ് വ്യൂ ചെയ്യാനും ചെയ്യുന്ന കോൺഫിഗറേഷൻസിനെ സേവ് ചെയ്യാനുമൊക്കെ ഉള്ള മോഡാണ് പ്രിവിലേജ്ഡ് മോഡെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിവിലേജ്ഡ് മോഡിലേക്ക് എത്തണമെങ്കിൽ യൂസർ മോഡിൽ നിന്നും പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യും, ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് യൂസർ മോഡിൽ നിന്നുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റൗട്ടർ അതിൻ്റെ പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകും. തിരിച്ച് നമുക്ക് യൂസർ മോഡിലേക്ക് വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസേബിൾ എന്ന് പറയുന്ന കമാൻഡോ അല്ലെങ്കിൽ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡോ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ റൗട്ടറിൻ്റെ പ്രിവിലേജ്ഡ് മോഡ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റൗട്ടർ ഇപ്പോൾ നമ്മൾ നേരത്തെ ബൂട്ട് ചെയ്ത് വന്നു. അത് എന്ത് മോഡിൽ നിൽക്കുക, അതിൻ്റെ യൂസർ മോഡിലേക്ക് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകണം. അപ്പോൾ പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മുടെ കമാൻഡ് ടൈപ്പ് ചെയ്യും. അപ്പം ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റൗട്ടർ അതിൻ്റെ പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകും. അപ്പോൾ ഈ പ്രിവിലേജ്ഡ് മോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷോ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതുമൊക്കെ ഈ മോഡിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എങ്ങനെയാണ് ആ കമാൻഡുകൾ കൊടുക്കുന്നത് എന്നുള്ളത് പിന്നീട് നോക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമുക്ക് പഴയ മോഡിലേക്ക് പോകണമെങ്കിലോ ഒന്നുകിൽ ഡിസേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ വീണ്ടും തിരിച്ച് യൂസർ മോഡിലേക്ക് പോകുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പ്രിവിലേജ് മോഡിൽ കയറുന്നു. നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു നോക്കി. എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റൗട്ടർ തിരിച്ച് നമ്മുടെ യൂസർ മോഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രിവിലേജ്ഡ് മോഡ്. ഇനി എങ്ങനെയാണ് പ്രിവിലേജ്ഡ് മോഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ റൗട്ടറിൻ്റെ മൂന്നാമത്തെ മോഡാണ് നമ്മൾ കോൺഫിഗറേഷൻ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ മോഡിന് നമ്മൾ നമ്മുടെ റൗട്ടറിൻ്റെ ആക്ച്വൽ കോൺഫിഗറേഷൻസ് ചെയ്യുന്നത് ഈ മോഡിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ റൗട്ടറിന് ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ കമാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏത് മോഡിൽ നിന്നുകൊണ്ടായിരിക്കും, ഈ കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ മോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിവിലേജ്ഡ് മോഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു കമാൻഡ് കൊടുക്കും. ആ കമാൻഡാണ് കോൺഫിഗർ ഒരു സ്പേസ് ടെർമിനൽ. കോൺഫിഗർ ടെർമിനൽ എന്ന കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ റൗട്ടർ അതിൻ്റെ പേര് വിത്തിൻ ബ്രാക്കറ്റ് കോൺഫിഗ് ഒരു ഹാഷ് മാർക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ റൗട്ടർ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നതായി കാണാം. തിരിച്ച് നമ്മൾ പ്രിവിലേജ്ഡ് മോഡിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യുന്ന മോഡാണ് കോൺഫിഗറേഷൻ മോഡെന്ന് പറയുന്നത്. അപ്പോൾ പ്രിവിലേജ്ഡ് മോഡിൽ നിന്നും കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകണമെങ്കിൽ കോൺഫിഗർ ടെർമിനൽ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റൗട്ടറിനെ നമ്മുടെ കോൺഫിഗറേഷൻ മോഡിലേക്ക് കൊണ്ടുപോയി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൗട്ടർ ഇപ്പം നമ്മൾ നോക്കിയേ, നമ്മുടെ റൗട്ടർ എന്ത് മോഡിലാണ് നിൽക്കുന്നത്, യൂസർ മോഡിൽ നിന്നാണ്. അപ്പോൾ യൂസർ മോഡിൽ നിന്ന് ആദ്യം നമ്മൾ എന്തിലേക്ക് പോകണം,
പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകണം. അപ്പോൾ ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകും. ഇവിടെ വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞ കമാൻഡ് ഏതാ? കോൺഫിഗർ ഒരു സ്പേസ് കൊടുക്കുക, ടെർമിനൽ എൻ്റർ ചെയ്ത് നോക്കിയേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റൗട്ടർ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോയി നിൽക്കുന്നതായിട്ട് കാണാം. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് പ്രിവിലേജ് മോഡിലോട്ട് പോകണമെങ്കിലോ എക്സിറ്റ് ചെയ്താൽ അത് പ്രിവിലേജ് മോഡിലെത്തും. അപ്പം നമുക്ക് നമ്മുടെ യൂസർ മോഡിൽ നിന്നും ഡയറക്റ്റായിട്ട് കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകാൻ കഴിയില്ല. കോൺഫിഗറേഷൻ മോഡിൽ നിന്നും തിരിച്ചു വരുമ്പം ഡയറക്റ്റായിട്ട് അങ്ങ് യൂസർ മോഡിലേക്ക് പോകാനും കഴിയില്ല. ഈ ഓരോ മോഡുകളായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു മോഡിൽ നിന്ന് തൊട്ടടുത്ത മോഡിലേക്കേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് കോൺഫിഗറേഷൻ മോഡിലേക്ക് പ്രിവിലേജ്ഡ് മോഡിൽ നിന്ന് വരാൻ കഴിയുള്ളൂ. അതേപോലെ കോൺഫിഗറേഷൻ മോഡിൽ നിന്നും തിരിച്ച് എക്സിറ്റ് കൊടുത്താൽ ആദ്യം എവിടെ പോകും? നമ്മുടെ പ്രിവിലേജ്ഡ് മോഡിൽ പോകും. അവിടെ നിന്നേ പിന്നെ നമുക്ക് യൂസർ മോഡിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിൻ്റെ 3 മോഡുകളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ 3 മോഡുകളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പ്രിവിലേജ്ഡ് മോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോഴുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ കാണുന്നതും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന കോൺഫിഗറേഷൻസിനെയൊക്കെ സേവ് ചെയ്യുന്നതും ഒക്കെ ഏത് മോഡിൽ നിന്നുകൊണ്ടാണ്? പ്രിവിലേജ്ഡ് മോഡിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില കമാൻഡുകളാണ് നമ്മൾ നോക്കുന്നത്. ഷോ എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. നമ്മുടെ കോൺഫിഗറേഷൻസ് കാണാൻ കഴിയുന്ന കമാൻഡുകളാണ്. അതിനകത്ത് പലതരത്തിലുള്ള കമാൻഡുകളും ഞാൻ അതിനകത്ത് നിങ്ങൾ നോക്കി കാണിച്ചിട്ടുണ്ടല്ലേ. ഷോ വെർഷൻ നമ്മുടെ റൗട്ടറിൻ്റെ iOS വെർഷൻ കാണിക്കും. അടുത്ത റണ്ണിങ് കോൺഫിഗറേഷൻ നമുക്ക് കാണണമെങ്കിൽ ഷോ റണ്ണിങ് കോൺഫിഗ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. റണ്ണിങ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മുടെ റൗട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഫിഗറേഷൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മൾ സേവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. സേവ് ചെയ്തില്ലെങ്കിലും നമ്മുടെ റൗട്ടർ ഓഫ് ആവുന്നത് വരെ ആ കോൺഫിഗറേഷനിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഫിഗറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ റണ്ണിങ് കോൺഫിഗ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. ഇനി സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്. എന്താ ഇത്? ഒരു റൗട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എന്തൊക്കെ കോൺഫിഗറേഷൻ വെച്ച് ബൂട്ട് ചെയ്യണമെന്നുള്ളത് ഒരു സ്റ്റാർട്ടപ്പ് ഫയൽ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ കാണണമെങ്കിൽ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം. ഇനി നമ്മുടെ റൗട്ടറിൻ്റെ വിവിധ തരത്തിലുള്ള ഇൻ്റർഫേസുകളിൽ ഏതൊക്കെ IP ആണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് IND ബ്രീഫ്. ഇനി നമ്മുടെ റൗട്ടറിൻ്റെ ക്ലോക്ക് നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോ ക്ലോക്ക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. ഈ ഓരോ കമാൻഡുകളും ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കി, ഇപ്പോൾ നമ്മുടെ റൗട്ടർ നിൽക്കുന്നത് അതിൻ്റെ പ്രിവിലേജ്ഡ് മോഡിലാണ് അല്ലേ. അപ്പോൾ പ്രിവിലേജ്ഡ് മോഡിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം നോക്കാം. ഞാൻ പറയുന്നു ഷോ വെർഷൻ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു. എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ റൗട്ടറിൻ്റെ വെർഷനൊക്കെ കാണിക്കും അല്ലേ. ഇതാണ്ടോ സിസ്കോ iOS സോഫ്റ്റ്വെയർ ആണ്. 1841 എന്ന് പറയുന്നതാണ് നമ്പർ. അതിൻ്റെ സിസ്റ്റം ബൂട്ട് സ്ട്രാപ്പിൻ്റെ വെർഷൻ, ആ സോഫ്റ്റ്വെയർ റിലീസിങ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണിക്കും. അത് കുറേ കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സർ ഏതാണ്, എത്ര ഇഥർനെറ്റ് പോർട്ടുണ്ട് തുടങ്ങി നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ റൗട്ടറിൻ്റെ വെർഷനെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതാണ് ഏത് കമാൻഡ്? ഷോ വെർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കമാൻഡ് കൊടുത്ത് നോക്കാം. ഷോ റണ്ണിങ് ഒരു -config ഒന്ന് എൻ്റർ ചെയ്ത് നോക്കിയേ. ഇവിടെ കറണ്ട് കോൺഫിഗറേഷൻ കാണിക്കും. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് കോൺഫിഗറേഷൻ കാണിക്കും. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കോൺഫിഗറേഷൻ്റെ ഇവിടെ നോക്കിയേ നിങ്ങൾ, അതിൻ്റെ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൗട്ടറിൻ്റെ പേര് റൗട്ടർ എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഇപ്പോൾ റൗട്ടർ എന്ന് കാണിക്കുന്നത് കണ്ടോ. ഇനി
അതിൻ്റെ IP ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇൻ്റർഫേസ് വേണ്ട കാണുന്നുണ്ടല്ലേ, ഫാസ്റ്റ് ഇഥർനെറ്റ് 0-ലൊന്നും നമ്മൾ ഒരു IP കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഇഥർനെറ്റ് പോർട്ടിലും ഒരു IP കൊടുത്തിട്ടില്ല. VLAN ഉണ്ട്, അതിനകത്ത് അത് കോൺഫിഗർ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പോഴുള്ള കോൺഫിഗറേഷൻസ് കാണിക്കും. സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്താലും ഇപ്പം നമ്മൾ നമ്മുടെ റൗട്ടറിലൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്താലും അത് ഇതേപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഒരു കോൺഫിഗറേഷൻസും നടത്തി സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഇപ്പം നിലവിൽ കോൺഫിഗറേഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം എങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്താലും നമുക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കമാൻഡ് കൊടുത്ത് നോക്കാം. ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ്. അവിടെ നോക്കിയേ, ഇപ്പം നമ്മുടെ റൗട്ടറിലുള്ള പോർട്ടുകൾ കാണിക്കും. കണ്ടോ, ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ട് IPI ഉണ്ടോ, അൺഅസൈൻഡ് ആണ് അല്ലേ. ഇത് ഇപ്പോൾ ഡൗൺ ആണ്. ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 നമ്മൾ നേരത്തെ പറഞ്ഞപ്പം തന്നെ പറഞ്ഞു, അതിൻ്റെ ഓരോ പോർട്ടുകളെയും നമ്മളൊരു നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്ക് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ് എഥർനെറ്റ് 0/0 എന്ന് പറയുന്നത് IP കൊടുത്തിട്ടില്ല. ഫാസ്റ്റ് എഥർനെറ്റ് 0/1 എന്ന് പറയുന്നതിൽ IP കൊടുത്തിട്ടില്ല. ഇതിനകത്തൊരു VLAN ഉണ്ട്, അതും നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് IP നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇത് നോക്കുന്നത് എങ്കിൽ ആ IP ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞു നമ്മുടെ റൗട്ടറിനൊരു ഹോസ്റ്റ് നെയിം ഉണ്ടാവും. ഈ ഹോസ്റ്റ് നെയിം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കോൺഫിഗറേഷൻ ചേഞ്ച് നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്? കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ട് ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾ നമ്മുടെ റൗട്ടറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹോസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കുക. അപ്പോൾ റൗട്ടർ ഇപ്പോൾ ആ റൗട്ടർ കോൺഫിഗ് എന്നുള്ളത് മാറി നമ്മൾ കൊടുക്കുന്ന നെയിം കോൺഫിഗ് എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പം നമുക്കങ്ങനെ നമ്മുടെ റൗട്ടറിൻ്റെ ഹോസ്റ്റ് നെയിം എന്ത് ചെയ്യാൻ കഴിയും? ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ റൗട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റൗട്ടറിനെ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ ആരെങ്കിലും ഇതിനകത്തേക്ക് കയറി നമ്മുടെ കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കിതെന്ത് ചെയ്യാം? പാസ്വേഡ് ഇനേബിൾ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പ്രിവിലേജ് മോഡിനെ പാസ്വേഡ് ഇനേബിൾഡ് ആക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ട് ഇനേബിൾ പാസ്വേഡ് എന്ന് പറയുന്നൊരു കമാൻഡ് യൂസ് ചെയ്യും. നിങ്ങൾ നോക്കിയേ, ഇനേബിൾ ഒരു സ്പേസ് പാസ്വേഡ് എന്നിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡിൻ്റെ നെയിം. അത് കഴിഞ്ഞ് ഇനി നമ്മൾ പ്രിവിലേജ്ഡ് മോഡിലേക്ക് കയറുമ്പോൾ നമ്മളടുത്ത് പാസ്വേഡ് ചോദിക്കും. നമ്മൾ ഇനേബിൾ ചെയ്തിരിക്കുന്ന പാസ്വേഡിനെ ഡിസേബിൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് കമാൻഡ് കൊടുത്തിരുന്നാലും ആ കമാൻഡിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ആ കമാൻഡിൻ്റെ മുന്നിൽ നോ എന്നും കൂടെ ചേർത്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കമാൻഡ് ഏതായിരുന്നു? ഇനേബിൾ പാസ്വേഡ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഡിസേബിൾ ചെയ്യണമെങ്കിലോ നോ ഇനേബിൾ പാസ്വേഡ് എന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ പാസ്വേഡ് ഡിസേബിൾ ചെയ്യും. അപ്പം നമുക്ക് ഈ ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുന്നതും പാസ്വേഡ് ഇനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിൻ്റെ ഹോസ്റ്റ് നെയിമും എന്തും ചേഞ്ച് ചെയ്യാം. ഒരു പാസ്വേഡ് ഇനേബിൾ ചെയ്യുകയും ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യാനും പോവുകയാണ്. അപ്പം ഞാൻ റൗട്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്. റൗട്ടറിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കുന്നു. അപ്പം ഇപ്പോൾ യൂസർ മോഡിലേക്ക് എത്തി. നമുക്ക് എന്ത് ചെയ്യണം? പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകണം. അപ്പോൾ ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു. പ്രിവിലേജ്ഡ് മോഡിലെത്തുന്നു. അവിടെ നിന്ന് ഞാൻ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നു. അപ്പം കോൺഫിഗർ ടെർമിനൽ എന്നാണ്. അപ്പം നമ്മൾക്ക് ഈ റൗട്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കമാൻഡ് മൊത്തം കൊടുക്കണമെന്നില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്തോളും സിസ്കോ റൗട്ടേഴ്സ്. അപ്പോൾ കോൺഫിഗർ ടെർമിനൽ എന്നുള്ളതിന് പകരം ഞാൻ എന്ത് കൊടുത്താൽ മതി? കോൺഫിഗ് ടി എന്ന് കൊടുത്താലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. കേട്ടോ, ഇപ്പം ഞാൻ കോൺഫിഗ് ടി എന്നല്ലേ കൊടുത്തോളൂ. നമ്മുടെ കമാൻഡ് എന്തായിരുന്നു? കോൺഫിഗർ ടെർമിനൽ എന്നായിരുന്നു. അപ്പം
കറക്റ്റായിട്ട് ഇപ്പോൾ ആ കോൺഫിഗറേഷൻ മോഡിൽ പോയി നിൽപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മുടെ റൗട്ടർ കാണിക്കുന്നത് കണ്ട റൗട്ടർ എന്നാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം ഹോസ്റ്റ് നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. ഹോസ്റ്റ് നെയിം ഞാൻ സ്പേസ് കൊടുത്തു. സ്പേസ് കൊടുത്തിട്ട് ഞാൻ ലാബ് എന്ന് പേര് കൊടുത്തെന്ന് വെച്ചു. അതിന് നമ്മുടെ റൗട്ടറിന് ഞാൻ ലാബ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റർ ചെയ്ത് നോക്കിയേ. ഇപ്പം നിങ്ങളവിടെ കാണുന്നത് എന്താ? നമ്മുടെ റൗട്ടറിൻ്റെ ഹോസ്റ്റ് നെയിം ചേഞ്ചായി ലാബ് എന്നായി മാറി. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഹോസ്റ്റ് നെയിം എന്ത് ചെയ്യാൻ പറ്റി? ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് പാസ്വേഡ് ഇനേബിൾ ചെയ്യണം അല്ലേ? അപ്പം ഇനേബിൾ പാസ്വേഡ് ഒരു സ്പേസ് പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ്. അപ്പം ഞാനിപ്പോൾ ഹാർഡ്വെയർ എന്നാണ് എൻ്റെ പാസ്വേഡ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഹാർഡ്വെയർ എന്ന് കൊടുത്തു. അപ്പോൾ പാസ്വേഡ് ഇനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാം. നമ്മൾ എക്സിറ്റ് ചെയ്ത് നമ്മുടെ എന്ത് മോഡിലേക്ക് വന്നു? നമ്മുടെ പ്രിവിലേജ് മോഡിലേക്ക് വന്നു. ഞാൻ ഒന്നുകൂടെ എക്സിറ്റ് ചെയ്ത് എന്ത് മോഡിലേക്ക് വന്നു? നമ്മുടെ യൂസർ മോഡിലേക്ക് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പ്രിവിലേജ് മോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചോദിക്കുന്നുണ്ട്? പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ട് ഇത് ആർക്കെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഇനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ആ പാസ്വേഡ് കൊടുക്കണം. ഹാർഡ്വെയർ എന്ന പാസ്വേഡ് കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഏതിലേക്ക് പോകത്തുള്ളൂ? നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് കാണാൻ കഴിയില്ല. നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒന്നും വരത്തില്ല. സാധാരണഗതിയിൽ സ്റ്റാർ മാർക്കൊക്കെ വരുന്ന പോലെ ഇവിടെ അങ്ങനെയുള്ള സിമ്പിൾസ് ഒന്നും കാണിക്കത്തില്ല. പാസ്വേഡ് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് എന്താണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ പ്രിവിലേജ് മോഡിലേക്ക് പോകും. ഇനി നമുക്ക് ഒന്നുകൂടെ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകാം. കോൺഫിഗ് ടി. ഞാൻ നേരത്തെ പാസ്വേഡ് ഇനേബിൾ ചെയ്തതിനെ ഡിസേബിൾ ചെയ്യണം. അപ്പം ഞാൻ എന്ത് പറയും? നോ ഇനേബിൾ പാസ്വേഡ്. കമാൻഡ് മാത്രം കൊടുത്താൽ മതി, പാസ്വേഡ് നമ്മൾ കൊടുക്കണ്ട. ഇനി വീണ്ടും ഞാൻ ഒന്നുകൂടി എക്സിറ്റ് ചെയ്ത് പ്രിവിലേജ് മോഡിലേക്ക് വന്നു. ഒന്നുകൂടി എക്സിറ്റ് ചെയ്ത് യൂസർ മോഡിലേക്ക് വന്നു. ഞാൻ വീണ്ടും നമ്മുടെ പ്രിവിലേജ് മോഡിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എനേബിൾ ചെയ്ത പാസ്വേഡ് എന്ത് ചെയ്തു? നമ്മൾ ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, നമ്മൾ കാണുന്നത് കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മുടെ റൗട്ടറിൻ്റെ ഓരോ ഇൻ്റർഫേസിനകത്തും എങ്ങനെയാണ് IP കോൺഫിഗർ ചെയ്യുന്നതെന്നും ഈ റൗട്ടിങ്ങിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുമാണ് നമ്മൾക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയായിട്ട് കാണാം.